നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ 50 മിനിറ്റ് മൈക്രോ ഷിഫ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പീരീഡ്സ് റെഗുലർ ആക്കാം. ഇത് സ്പെസിഫിക്കലി നമ്മൾ PCOD PCOS ഉള്ള പേഷ്യൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഈ മെത്തേഡ് അല്ലെങ്കിൽ ഈ സിസ്റ്റം എന്താണ്, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഷുഗറിലേക്ക്, അപ്പോൾ തന്നെ എന്തുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തു, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആവണം. എന്താണെന്ന് വെച്ചാൽ നമ്മളടുത്ത് OP ഒരുപാട് പേഷ്യൻസ് വരും. അപ്പോൾ ഒരുപാട് പേഷ്യൻസ് വന്ന ടൈമിൽ നമ്മൾ അവർക്ക് ലൈഫ് സ്റ്റൈൽ സജഷൻസും അതുപോലെ തന്നെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിത് ഇനീഷ്യലി നമ്മുടെ ഡയബറ്റീസിനും അതുപോലെ തന്നെ ഫാറ്റി ലിവറിനൊക്കെ നമ്മളിത് ചെയ്തു പോരുമ്പോൾ അതുപോലെ തന്നെ PCOD കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈനിലും ഇതേപോലെ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ അവർക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എസ്പെഷ്യലി നമുക്ക് ഒരുപാട് ഗൈനക്കോളജി ഡോക്ടേഴ്സ് തന്നെ നമുക്ക് കസ്റ്റമറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ്സ്, പിന്നെ നേഴ്സസ്, പിന്നെ നമുക്കുണ്ടായിരുന്നത് അക്കൗണ്ടൻസ്, അങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഒരു ഡെസ്ക് ജോബ് ആയിരിക്കും, അതായത് അധികം ഇരിക്കുന്ന ജോലി, മൾട്ടിപ്പിൾ ഷിഫ്റ്റുകൾ, പിന്നെ ചിലപ്പം ഒന്ന് കൂടുതൽ ജോലി ഒരു ദിവസം എടുക്കുന്ന ആളുകൾ, ഇങ്ങനെ ഒരുപാട് തിരക്കുള്ള ആളുകളാണ് നമ്മുടെ അടുത്ത് അധികം OPയിൽ വരുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതായത് അവർക്ക് ജിമ്മ് പോകാനുള്ള ഒരു സമയമല്ല ഒന്നാണ്, അതാണ് മെയിൻ പ്രോബ്ലം അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു സ്പെഷ്യൽ മീലൊക്കെ നമുക്കൊരു ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെ അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സ്പെഷ്യൽ ഡയറ്റും കാര്യങ്ങളൊന്നും എടുക്കാനുള്ള ഒരു ടൈം അവർക്ക് കിട്ടണില്ല. അതൊരു പ്രോബ്ലം. പിന്നുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാലറി കൗണ്ടിങ്, അതായത് ഇതൊരു പ്രായോഗികമായിട്ട് അവർക്ക് പറ്റണില്ല, പ്രാക്ടിക്കലായിട്ട് അവർക്ക് കൊണ്ടെടുക്കാൻ പറ്റില്ല. കാലറി കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോന്നിൻ്റെയും അളവും കാര്യങ്ങളൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് ഫുഡ് കഴിക്കാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട് വരിക. അതായത് പിന്നെ കറക്റ്റ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ നോക്കി, അതായത് എപ്പോഴും ഫുഡ് അവൈലബിൾ ആയിരിക്കില്ലല്ലോ, തിരക്കുള്ള ആളുകളായിരിക്കും, അവർക്ക് പെട്ടെന്ന് കിട്ടുന്നത് എന്താണോ അത് ആ ജോലിൻ്റെ ഇടയിൽ കഴിച്ചിട്ട് അവർ ജോലി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരെ മെയിൻ പ്രയോറിറ്റി ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഈ കിട്ടുന്ന ഫുഡിൽ അത് കാലറി കാര്യങ്ങളൊക്കെ നോക്കി കഴിച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല, അതൊരു പ്രോബ്ലം. രണ്ടാമത് ഒരുപാട് കാലറി റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, ലോ എനർജി ആയിരിക്കും, അപ്പോൾ അവർക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരുപാട് പട്ടിണിയൊക്കെ കിടന്ന് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ കാര്യം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ടെമ്പററി ആയിട്ട് അവർ എപ്പോഴെങ്കിലൊക്കെ ചെയ്യാന്നല്ലാതെ അതും ഒരാഴ്ച 2 ആഴ്ച കൂടുതൽ അവർക്ക് ചെയ്യാനും കഴിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ നമുക്ക് വന്നു, അതായത് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ എന്ത് വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകൾക്ക് സീരിയസ്നെസ് ഇല്ലായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാവുക എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശം നമ്മൾ അത്ര മൈൻഡ് ആക്കിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് മോർ ദാൻ ഒരു 80% ഈ കാറ്റഗറിയിലുള്ള ആളുകൾ ഇതേ പ്രോബ്ലം പറയുന്നുണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എക്സിസ്റ്റിംഗ് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് അവിടെ, നമ്മളത് സോൾവ് ചെയ്യണം. ഇപ്പോൾ നിലവിലുള്ള സൊല്യൂഷൻ അതിന് ആപ്റ്റില്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ 50 മിനിറ്റ് മൈക്രോ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ഫസ്റ്റ് എടുക്കുന്ന സ്റ്റെപ്പ് അതാണ്. അപ്പോൾ ഈ മെത്തേഡ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ആർക്കാണെന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ജിമ്മ് പോകാൻ സമയം പ്രത്യേകിച്ച് മാറ്റി വെക്കാൻ കഴിയുന്നില്ല. ഓക്കെ, അതാണ് ഒരു ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ മീല് കാര്യങ്ങളൊക്കെ ഇതിനായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള സമയമല്ല, ഇതാണ്, അല്ലെങ്കിൽ സൗകര്യമില്ല, ഇതാണ് ഒരു കാറ്റഗറി. മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാലറി കൗണ്ടിങ് കാര്യങ്ങളൊന്നും കംഫർട്ടബിൾ അല്ല, അതായത് അത് പ്രായോഗികമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാലം കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഈ കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് നമ്മൾ 50 മിനിറ്റ് മൈക്രോ ഷിഫ്റ്റ് മെത്തേഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി നമുക്കത് എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓൾറെഡി ജിമ്മിൽ പോകാനൊക്കെ നിങ്ങൾക്ക് സമയമുണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ മീലും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഓക്കെയാണ്, കംഫർട്ടബിൾ ആണ്, ടൈമുണ്ട്, അതുപോലെ തന്നെ കാലറി റെസ്ട്രിക്ഷനും പട്ടിണി കിടന്നാലും കുഴപ്പമില്ല. കാലറി കൗണ്ടിങ് അതുപോലെ തന്നെ എല്ലാ ഭക്ഷണവും എണ്ണി ഹെൽത്തി ആയിട്ടാണ് നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനത്തെ ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ കാണേണ്ടതില്ല, എന്താണോ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ട് പോകുന്നത് അത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് പുറമെ ഇതൊന്നും സമയമില്ലാത്ത ആളുകൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഞാൻ ഇനി വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്.